മെമ്മറി നഷ്ടപ്പെടുന്ന ഒരു കണ്ടീഷനാണ് ഡെമൻഷ്യ. അത് സെനൽ ഡെമൻഷ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രായം കൂടുന്നതനുസരിച്ച് മെമ്മറി നഷ്ടപ്പെടുമ്പോഴാണ് സെനൽ ഡെമൻഷ്യ എന്ന് പറഞ്ഞത്. പക്ഷേ ചില ആൾക്കാർക്ക് ഒരു മിഡിൽ ഏജ്, അതായത് ഒരു 40-50 വയസ്സാകുമ്പോഴേക്കും പതുക്കെ പതുക്കെ അല്ലെങ്കിൽ ചിലപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അവരുടെ മെമ്മറി നഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷൻ കാണാം. ദ മോസ്റ്റ് കോമൺ കോസ് ഫോർ അല്ലെങ്കിൽ ഏറ്റവും ഈ മെമ്മറി ലോസ് അല്ലെങ്കിൽ ഓർമ്മശക്തി നഷ്ടപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അൽഷിമേഴ്സ് ആണ്. യൂഷ്വലി അൽഷിമേഴ്സിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ തലച്ചോറിലെ ചില ഞരമ്പുകളുടെ ചുറ്റും ചില പ്ലാക്സ്, ഒരു അമലോയിഡ് പ്ലാക്സ് ഒക്കെ വന്ന് ഡെപ്പോസിറ്റ് ചെയ്ത് ഞരമ്പുകളുടെ പ്രവർത്തനം ഇങ്ങനെ പതുക്കെ പതുക്കെ കുറഞ്ഞ് വരുന്ന ഒരു സിറ്റുവേഷനാണ്. അങ്ങനെ അവർ പതുക്കെ ഓരോ കാര്യങ്ങൾ അവർ പല രീതിയിൽ അവർക്ക് മാറ്റങ്ങൾ വരാൻ തുടങ്ങും. ഒരു അൽഷിമർ രോഗികളുടെ ഒരു ഇനീഷ്യൽ സിംറ്റം എന്ന് വെച്ചാൽ റീസെൻറ്റ് മെമ്മറി, അതായത് 2-3 ദിവസം മുമ്പുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് പെട്ടെന്ന് മറന്നു പോകുന്നു. പക്ഷേ ഓൾഡ് മെമ്മറി, പഴയ കാര്യങ്ങളൊക്കെ അവർക്ക് കൂടുതൽ ഓർമ്മ വരുന്നു. അപ്പം പലപ്പോഴും ആൾക്കാർക്ക് തെറ്റിയിരിക്കും, അയ്യോ ആൾക്ക് എന്തൊരു ഓർമ്മയാണെന്നൊക്കെ എന്ന് വെച്ചാൽ പഴയ കാര്യങ്ങളാണ് കൂടുതൽ സംസാരിക്കുന്നത്. പിന്നെ പല കാര്യങ്ങളും പിന്നെ അത് റിപ്പീറ്റ് ചെയ്യുന്നു. ചെയ്ത കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഒരു സ്ഥാനം വെച്ച് കഴിഞ്ഞാൽ അത് മറന്നു പോകുന്നു. പിന്നെ അവരുടെ സ്വഭാവത്തിൽ ഭയങ്കര എമോഷണൽ എന്ന് വെച്ചാൽ ഒരു കൺട്രോൾ ഇല്ല, ഒരു സോഷ്യൽ ഇൻഹിബിഷൻ നഷ്ടപ്പെടുന്നു. നമ്മൾ സാറിന് എവിടെയെങ്കിലുമൊക്കെ ഒരു സോഷ്യൽ സ്ഥലത്തൊക്കെ ഒരു പബ്ലിക് പ്ലേസ് പോയി നമുക്കൊരു ബിഹേവ് ചെയ്യാൻ ഒരു രീതിയുണ്ട്. പക്ഷേ ഇവർക്ക് അത് നഷ്ടപ്പെടും. അവിടെ പബ്ലിക്കിൽ തന്നെ ആവശ്യമില്ലാതെ ദേഷ്യപ്പെടുന്നു, ചില ഭയങ്കര എമോഷണലിലേക്ക് ബിഹേവ് ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ പല രീതിയിലുള്ള മാറ്റങ്ങൾ വരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഈ അൽഷിമേഴ്സിൻ്റെ സിംറ്റംസ്. ഞരമ്പുകളുടെ പ്രോഗ്രസീവായിട്ടുള്ള ഒരു തേയ്മാനം സംഭവിച്ച് ഞരമ്പുകളുടെ പ്രവർത്തനം പതുക്കെ പ്രായം കൂടുന്നതനുസരിച്ച് നഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതിനെ ആസ് നമുക്ക് അതിനെ ചികിത്സിച്ച് ഭേദമാക്കാവുന്ന ഒരു കണ്ടീഷനല്ല. ഇപ്പോഴത്തെ കാലത്ത് നമുക്കറിയാം, നമ്മുടെ ആയുസ്, ആവറേജ് ലൈഫ് എക്സ്പെക്റ്റൻസി, നമ്മുടെ ആയുസ് കൂടിക്കൊണ്ടിരിക്കും. സയൻസിൻ്റെ മികവ് കാരണം ഈ ആയുസൊക്കെ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ആവറേജ് ലൈഫ് സ്പാൻ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ 80 വയസ്സ് വരെയാണ്. അതുകൊണ്ടാണ് ഈ അൽഷിമേഴ്സൊക്കെ ഒരുപാട് നമുക്കിപ്പം നമ്മുടെ ഇടയിൽ കാണുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് ചികിത്സിച്ച് കൊണ്ടുപോകാൻ പറ്റത്തില്ല, ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റത്തില്ല. പക്ഷേ നമുക്കതിനെ കൺട്രോൾ ചെയ്യാനുള്ള പല മരുന്നുകളുണ്ട്. പിന്നെ അതിൻ്റെ സപ്പോർട്ടീവ് കെയർ, ബേസിക്കലി നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ സപ്പോർട്ടീവ് കെയർ വളരെ പിന്നിലാണ്. കാരണം ഇങ്ങനത്തെ ഒരു ആൾക്കാരെ സപ്പോർട്ട് ചെയ്ത് അവരെ വേണ്ട രീതിയിൽ നോക്കാനുള്ള ഒരു സിസ്റ്റം ഇല്ല. പലപ്പോഴും അത് മക്കളുടെ കെയറിലാണ് വിടുന്നത്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഈ അൽഷിമേഴ്സ് ഉള്ള ആൾക്കാരെ ഇങ്ങനെ സ്പെഷ്യലൈസ്ഡ് സെൻറ്റേഴ്സിൽ അവരെ ട്രാൻസ്ഫർ ചെയ്ത് അവരെ വളരെ നല്ല എക്സ്പേർട്സിൻ്റെ ഗൈഡൻസിൽ നല്ല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ്, അവർക്ക് ഹോളിസ്റ്റിക് കെയർ ഒക്കെ കൊടുക്കുന്നതാണ്. അവരെ ഏറ്റവും കൂടുതൽ അവരെ ഹാപ്പിനെസ് കൊടുക്കാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഈ പല രീതിയിലുള്ള യോഗ, മെഡിറ്റേഷൻ, അങ്ങനെ പിന്നെ അവരുടെ എക്സസൈസ്, അങ്ങനെ പല രീതിയിൽ അവർക്കൊരു ഹോളിസ്റ്റിക് കെയർ കൊടുക്കുന്ന ഒരു പ്രത്യേക സെൻറ്റേഴ്സ് നമ്മുടെ നാട്ടിൽ ഡെവലപ്പ് ചെയ്യേണ്ടതാണ്. പിന്നെ അതിൻ്റെ കൂടെ സപ്പോർട്ടീവ് ആയിട്ടുള്ള മെഡിക്കേഷൻസ്, അവർക്ക് അഗ്രസീവ് ആണെങ്കിൽ അതിനുള്ള മെഡിക്കേഷൻസ്, ഡിപ്രഷൻ ആണെങ്കിൽ അതിനുള്ള മെഡിക്കേഷൻസ്, അങ്ങനെ പല രീതിയിലുള്ള അവരുടെ സിംറ്റമാറ്റിക് റിലീഫിന് കിട്ടാൻ വേണ്ടിയുള്ള മെഡിക്കേഷൻസും അതിൻ്റെ കൂടെ കൊടുത്ത് അങ്ങനെ വേണം അവരെ ട്രീറ്റ് ചെയ്യാൻ.